Legendary transformations and the Hamilton's equations of motion. ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ടോപ്പിക്ക് തന്നെയാണിത്. അപ്പോൾ നമ്മൾ ലഗ്രാഞ്ചിയൻ വെച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലുള്ള ഫോർമുലേഷൻസ് പ്രോബ്ലംസ് ഒക്കെ ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു മെത്തേഡാണ് ഹാമിൽട്ടോണിയൻ മെത്തേഡ് എന്ന് പറയുന്നത്, ഹാമിൽട്ടൺ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഹാമിൽട്ടോണിയൻ മെത്തേഡ്സ് ഇസ് നോട്ട് പെർട്ടിക്കുലർലി സുപ്പീരിയർ ടു ലഗ്രാഞ്ചിയൻ ടെക്നിക്സ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു യൂസ്ഫുൾനെസ് വരുന്നത് തിയററ്റിക്കൽ എക്സ്റ്റൻഷൻസ് ഫിസിക്സിൽ കുറച്ചും കൂടി പോസിബിളാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത സബ്സിക്വൻറ്റ് സെക്ഷൻസിൽ വരുന്ന ഹാമിൽട്ടൺ ജാക്കോബി തിയറി പെർട്ടർബേഷനിലൊക്കെ ഈ ഒരു ഹാമിൽട്ടോണിയൻ വ്യൂ പോയിൻ്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിലും സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലും എല്ലാം ഈ ഒരു പ്രൊസീജിയറും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നതാണ് ലെജൻഡറി ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് ദ ഹാമിൽട്ടൺ ഇക്വേഷൻസ് ഓഫ് മോഷൻ. അപ്പോൾ ഹാമിൽട്ടൺ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം. ഓക്കെ, അപ്പോൾ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായിരുന്നു അത്? ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് d/dt ഓഫ് ∂L/∂Qi ഡോട്ട് മൈനസ് ∂L/∂Qi ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഗ്രാഞ്ചിയൻ ആണ്. L ഈസ് എ ഫങ്ഷൻ ഓഫ് Q ഡോട്ട് ആൻഡ് T, അതായത് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ് Q, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് Q ഡോട്ട് ദെൻ T. ഓക്കെ, വിച്ച് കറസ്പോണ്ട്സ് ടു ടൈം. അപ്പോൾ ഇത് നമുക്കറിയാം. അതേപോലെ തന്നെ വി ഹാവ് ദ ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ. എന്തായിരുന്നു ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ? ആക്ഷൻ S ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ L dt ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതൊരു ഇൻ്റഗ്രൽ ഓവർ എ ലൈൻ എന്തായിരിക്കണം? ദിസ് ലൈൻ ഇൻ്റഗ്രൽ ഷുഡ് ബി 0 എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത് ഹാമിൽട്ടൺ പ്രിൻസിപ്പിളാണ്. പിന്നെ നമ്മൾ ഇതിൽ ഡിറൈവ് ചെയ്യുന്നത് ഹാമിൽട്ടൺ ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. അപ്പോൾ രണ്ടും വ്യത്യാസമാണ്. പ്രിൻസിപ്പിൾ ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്, ഇക്വേഷൻ ഓഫ് മോഷൻ ചോദിച്ചാൽ നമ്മളിനി ഡിറൈവ് ചെയ്യാൻ പോകുന്നതാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുക. ദിസ് ഈസ് ദ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ. നമ്മൾ ഓൾറെഡി കണ്ടു, കുറച്ച് പ്രോബ്ലംസും ചെയ്തിരുന്നു. എന്താണ് ഇതിപ്പോൾ ശരിക്കും സെക്കൻഡ് ഓർഡർ അല്ലേ? കാരണം Q ഡോട്ട് എന്ന് പറഞ്ഞാൽ തന്നെ d/dt ഓഫ് Q ആണ്, പിന്നെ ഒരു d/dt കൂടി ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ പൊതുവേ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടാതെ നമുക്ക് എന്താണ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വല്ല വഴിയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഹാമിൽട്ടോണിയൻ പ്രൊസീജിയറിൽ നമ്മൾ നോക്കണത്. അപ്പോൾ ഇവിടെ അതിനുള്ള കാരണം എന്താണ്? L ഈസ് എ ഫങ്ഷൻ ഓഫ് Q ഡോട്ട് ആൻഡ് T ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫോർ ദിസ് ലഗ്രാഞ്ചിയൻ ഇൻസ്റ്റെഡ് ഓഫ് ലഗ്രാഞ്ചിയൻ സംതിങ് എൽസ് ആസ് എ ഫങ്ഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ കോർഡിനേറ്റ്സ് അങ്ങനെ കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ കിട്ടും, അതാണ് നമ്മുടെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ നമ്മൾ ഇത് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ, അതായത് എന്തുകൊണ്ട് നമ്മൾ ഹാമിൽട്ടോണിയൻ സ്റ്റഡി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അതിൻ്റെ ആവശ്യകതയാണ് കേട്ടോ ഇവിടെ പറയണം. അപ്പോൾ ടെക്സ്റ്റിൽ ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം Q എന്ന് പറയുന്നൊരു വേരിയബിൾ ഉണ്ട്, Q ഡോട്ട് എന്ന് പറയുന്നൊരു വേരിയബിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് വേണമല്ലേ? സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ നമുക്ക് എന്താണ് അത്രയും പ്രാവശ്യം നമ്മളതിന് എന്ത് ചെയ്യണം? വി ഹാവ് ടു സോൾവ് അല്ലേ? അതേപോലെ തന്നെ എന്താണ് Q സപ്പോസ് N പാർട്ടിക്കിളുള്ള ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്പോൾ വേണ്ടി വരും? NQ. Q എന്ന് പറയുന്ന കോർഡിനേറ്റിൻ്റെ അല്ലേ N, അത്രയും എണ്ണം ഇനീഷ്യൽ കണ്ടീഷൻ വേണം. Q ഡോട്ടിൻ്റെയും N വേണം. അതായത് ടോട്ടൽ N+N നമുക്ക് 2N കോർഡിനേറ്റ്സ് 2N ഇനീഷ്യൽ കണ്ടീഷൻസ് വേണം നമുക്ക്. അതും എന്നിട്ട് അതിനെന്ത് ചെയ്യണം? സെക്കൻഡ് ഓർഡർ ആണ്, അത്രയും പ്രാവശ്യം നമുക്ക് അതിനെന്ത് ചെയ്യണം? നമുക്ക് സോൾവ് ചെയ്യണം അല്ലേ? അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും.
അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി അതിൻ്റെ വേറൊരു കേസാണ്, സപ്പോസ് ഒരു ടൈം T1ഉം ടൈം T2ലും, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ടൈം Tയിലുള്ള കേസാണ്. അപ്പോൾ നമ്മൾ 2 ടൈം എടുക്കുകയാണെങ്കിൽ ടൈം T1ഉം ടൈം T2 ആണെങ്കിലും നമുക്ക് എന്ത് വേണം, T1ന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യൂവിൻ്റെ n ഇനീഷ്യൽ കണ്ടീഷൻസ്, അതേ T1ന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യൂ ഡോട്ടിൻ്റെയും n ഇനീഷ്യൽ കണ്ടീഷൻസ്. അപ്പോൾ അങ്ങനെ എഗെയിൻ 2n ഇനീഷ്യൽ കണ്ടീഷൻസ് വേണം. അപ്പോൾ ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നമ്മളിത് ഈ ലഗ്രാഞ്ചിയനിൽ നമ്മളൊരു നമ്മളൊരു കോൺഫിഗറേഷൻ സ്പേസിലാണ് ഈ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ മോഷനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കാണിക്കുക. അപ്പോൾ ഇതാണ് ഈ കൊടുത്തിരിക്കുന്നതാണ് കോൺഫിഗറേഷൻ സ്പേസ്. അതായത് കോർഡിനേറ്റ്സ് തന്നെ ഇവിടെ QI എന്ന് പറയുന്ന പൊസിഷൻ കോർഡിനേറ്റ്സ് ആണെങ്കിൽ X ആക്സിസിലും Y ആക്സിസിലും എന്ത് തന്നെയാണ്, കോർഡിനേറ്റ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, പൊസിഷൻ കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ കോൺഫിഗറേഷൻ സ്പേസ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ n ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാമിൽട്ടോണിയൻ എടുക്കുകയാണ്. ഹാമിൽട്ടോണിയൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് Q, P ആൻഡ് T. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ്, ഇത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻ്റ് ആണ്, ആൻഡ് ടൈം T. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്, ഇവിടെ എന്തില്ല, ഡെറിവേറ്റീവ്സ് ഒന്നും വരുന്നില്ല അല്ലേ, Q, P, T ആണ്. Q ഡോട്ട് എന്ന് പറയുന്നൊരു ടേം ഇല്ല. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോഴും എന്ത് ചെയ്താൽ മതി, നമുക്കൊരു ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ മാത്രം സോൾവ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ സിസ്റ്റത്തിലെ സ്റ്റേറ്റുകളെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏത് സ്പേസിലാണ്, നമ്മൾ കോൺഫിഗറേഷൻ സ്പേസിലല്ല, ഫേസ് സ്പേസിലാണ്. അപ്പോൾ എന്താണ് ഫേസ് സ്പേസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കണ്ടോ, ഒരു ആക്സിൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്, അതർ ആക്സിസിൽ ജനറലൈസ്ഡ് മൊമെൻ്റ്, അതല്ലെങ്കിൽ അതിന് കോൺജുഗേറ്റ് മൊമെൻ്റ് എന്ന് പറയും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫേസ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ മാതിരിക്ക് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് വേണം, ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് n കണ്ടീഷൻസ് വേണം, പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് n കണ്ടീഷൻസ് വേണം, അങ്ങനെ 2n കണ്ടീഷൻസ് വേണം. എന്താണ്, ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻസ് ആണ് നമുക്ക് വേണ്ടി വരിക. സെക്കൻഡ് ഓർഡർ അത്രയും ബുദ്ധിമുട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ പി ഐ എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് മൊമെൻ്റാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ, ആൻഡ് വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് പി ഐ ഈസ് ഈക്വൽ ടു ∂L by ∂Q ഡോട്ടാണ്, ∂Q I ഡോട്ട്. L is a function of QJ ഡോട്ട് ആൻഡ് T. ഇവിടെ ഈ സഫിക്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് QJ ഡോട്ടാണ്, ഇവിടെ I ആണ്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും, കാരണം നമ്മൾ ഒരു ലഗ്രാഞ്ചിൻ, ഏതെങ്കിലും സിസ്റ്റത്തിന് ലഗ്രാഞ്ചിൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇവിടെ സപ്പോസ് അപ്പോൾ x² + y ആണെന്ന് വിചാരിക്കുക ലഗ്രാഞ്ചിൻ. അപ്പോൾ എന്ത് വരും, ∂x ഡോട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യുക. ദെൻ പിന്നെ എന്ത് ചെയ്യുക, ∂y ഡോട്ട്. അതാണ് ഈ ഐയും ജെയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി നമ്മുടെ കയ്യിലുള്ളത് ലഗ്രാഞ്ചിൻ ആണ് എന്നുണ്ടെങ്കിൽ, വി ഹാവ് ദ ലഗ്രാഞ്ചിൻ. L ഇസ് എ ഫംഗ്ഷൻ ഓഫ് Q ഡോട്ട് ആൻഡ് T. അതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം, ഈ QPT, അതായത് ഈ വേരിയബിൾസ് ആണ് വരേണ്ടത്, ക്യൂവും പിയും ടിയും. അപ്പോൾ എല്ലിനെ എച്ചിലേക്ക് മാറ്റണം. ലഗ്രാഞ്ചിയൻ നമുക്ക് ഏതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണം, ഹാമിൽട്ടോണിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആ പ്രൊസീജിയറിന് പറയുന്ന പേരാണ് എന്ത്, ലെജൻഡർ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഫോർ ദാറ്റ് എന്ത് ചെയ്യാം, കൺസിഡർ എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. സോ എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. ആൻഡ് വാട്ട് വിൽ ബി ദ ഡെറിവേറ്റീവ് df. df is equal to ∂f by ∂x into dx plus ∂f by ∂y into dy. Put it as equation number 3 and put ∂f by ∂x is equal to u and ∂f by ∂y is equal to v. അപ്പോൾ അങ്ങനെയാണെങ്കിൽ df എന്തായിട്ട് മാറും, df is equal to u dx plus v dy. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ so we want to change the variable xy to u, y. u, y ആണ്, v അല്ല.
യു കോമ വൈയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ് ജി ബി എ ഫങ്ഷൻ ഓഫ് യു ആൻഡ് വൈ ആൻഡ് വിച്ച് ഈസ് ഡിഫൈൻഡ് ബൈ ദ ഇക്വേഷൻ ജി ഈസ് ഈക്വൽ ടു എഫ് മൈനസ് യു എക്സ്. അപ്പോൾ ഇവിടെ എക്സ് കോമ വൈനെ യു കോമ വൈയിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ ഇവിടെ എലിമിനേറ്റ് ചെയ്യേണ്ടത് എന്താണ്? എക്സിനെയാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട വേരിയബിളാണ് യു എന്ന് പറയണത്. അപ്പോൾ ആ ഒരു കണക്കിൽ വേണം നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ജീനെ ചൂസ് ചെയ്യാനായിട്ട്. സോ ജി ഈസ് ഈക്വൽ ടു എഫ് മൈനസ് യു എക്സ്, വേർ എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ ആണ്. ഇപ്പോൾ ജസ്റ്റ് ഇക്വേഷൻ നമ്പർ 5. Now derivative കാണാം. dg is equal to, we can write it as df minus u dx minus x ചെയ്ത് പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് ചെയ്തു. ആൻഡ് df is equal to നമ്മൾ എന്ത് ചെയ്താൽ u dx plus v dy ആണല്ലോ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് u dx minus x du, അപ്പോൾ കോമൺ ആയിട്ടുള്ളത് ക്യാൻസൽ ചെയ്തു. ദെൻ we can get dg is equal to v dy minus x du. So from this equation we can write what? dg is equal to v dy. Now the quantities x and v are now a function of u and y, and given by this relation x is equal to minus dou g by dou u and v is equal to dou g by dou y. Put it as equation number 6. Now the applications are came in thermodynamics. Looking to this first law of thermodynamics, what is that? Is equation dq is equal to du plus dw, that is du is equal to dq minus dw. Now by the second law, dq is equal to tds and dw is equal to pdv. Then what happens to du? du is equal to tds minus pdv. So the internal energy is a function of T, S and P. So equation 8 നമുക്ക് എന്ത് ചെയ്താൽ internal energy എന്ന് പറഞ്ഞാൽ U is a function of S, V ആണ്. that is the entropy. എൻട്രോപ്പിയുടെയും അതേപോലെ തന്നെ വോളിയത്തിൻ്റെയും ഫംഗ്ഷനാണ്. So from equation 8 we can write dou u by dou s is equal to T and P is equal to minus dou u by dou V. Okay, so we want to generate enthalpy X as a function of S and P. So we have this equation x is equal to u plus PV, where dx is equal to du plus PdV plus VdP. That is equal to TDS minus PdV plus PdV plus VdP. du ൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. So that is dx is equal to, we can write TDS plus VdP. So we can directly write T and V as T is equal to dou x by dou s and V is equal to dou x by dou P. Okay, where T and V are the temperature and volume respectively. Now similarly we want to find out the additional legendre transformation F and G. അപ്പോൾ ഇവിടെ F എന്ന് പറഞ്ഞാൽ ഹെലംഹോൾട്ട്സ് ഫ്രീ എനർജി ആണ്. സോ F where F is equal to u minus Ts and dF is equal to du minus TDS minus SDT. Then from equation 8 we can write dF is equal to TDS minus PdV minus TDS minus SDT and dF is equal to minus PdV minus SDT. From that we can write P is equal to minus dou F by dou V and S is equal to minus dou F by dou T. So actually G is a function of V and T. Now the Gibbs free energy, G is a function of T and P and G is equal to x minus ds and D നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്. dg is equal to dx minus tds minus sdt. Again put the value of dx, so we can write it as tds plus vdp minus tds minus sdt, where dg is equal to vdp minus sdt and from that we can write v is equal to dou g by dou p and s is equal to dou g by dou t. And now this is the legendre transformation. ഓക്കെ, ഇനി നമ്മൾ
ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷനാണ് അടുത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താ അതും കൂടി ഒന്ന് ഡിറൈവ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ എൽ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ ഡോട്ട് ആൻഡ് ടി ആണ്. അപ്പോൾ അതായത് നമ്മൾ എച്ച് ആസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ പി ടി ആയിട്ട് മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ ക്യൂ ഡോട്ട് എന്നുള്ള ആ ഒരു സെക്കൻഡ് ഓർഡർ ടേം വരുമ്പോൾ നമുക്കതിനെ പിയിലേക്ക് മാറ്റണം. പി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കാനോണിക്കൽ മൊമെൻ്റ് അല്ലെങ്കിൽ കോൺജുഗേറ്റ് മൊമെൻ്റ് ആണ്. അപ്പോൾ എനിവേ ഡി എൽ ഇസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ക്യു ഐ ഇൻറ്റു ഡി ക്യു ഐ പ്ലസ് ഡോ എൽ ബൈ ഡോ ക്യു ഐ ഇൻറ്റു ഡി ക്യു ഐ ഡോട്ടാണ്, ഇവിടെ ഡോട്ട് ഉണ്ട്, ഇതും ഡോട്ട് തന്നെയാണ്, പ്ലസ് ഡോ എൽ ബൈ ഡോ ടി ഇൻറ്റു ഡി ടി. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് പി ഐ is equal to dou L by dou Q I dot, which is the canonical momentum. Now substitute in the Lagrange's equation in the equation of motion d by dt of dou L by dou Q I dot minus dou L by dou Q equal to 0 എന്ന് പറയുന്നതാണ് Lagrange's equation എന്ന് പറയുന്നത്. So we can write d by dt of pi minus dou L by dou Q I equal to 0, or we can write pi dot is equal to dou L by dou Q I. Now substitute 2 and 3 in equation 1. We will get a dl is equal to pi dot dqi plus pi dqi dot plus dou L by dou t into dt is equal to 0. Put it as equation number 4. Now we want to eliminate q dot and to introduce p എന്ത് ചെയ്യാം, h as a function of q p t അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മുന്നേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ ആ ഒരു പ്രൊസീജിയർ നിങ്ങൾ നോക്കുക കേട്ടോ. ജി ഇസ് ഈക്വൽ ടു എഫ് മൈനസ് യു എക്സ് എന്നുള്ള ആ ഒരു ഇത് നമ്മൾ എടുത്തില്ലേ, ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട വാരിയബിളും എലിമിനേറ്റ് ചെയ്യേണ്ട വാരിയബിളും, അങ്ങനെയാണ് നമ്മൾ ആ മൈനസ് കഴിഞ്ഞിട്ടുള്ള ആ ടേം എഴുതുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ക്യൂ ഡോട്ട് എലിമിനേറ്റ് ചെയ്യണം, പി ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് എച്ച് ആസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ പി ടി ഇസ് ഈക്വൽ ടു പി ക്യൂ ഡോട്ട് മൈനസ് എൽ ക്യൂ ഡോട്ട് ടി ആണ് പിറ്റേസ് ഇക്വേഷൻ നമ്പർ 5. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചിരിക്കുക കേട്ടോ. എച്ച് ഇസ് ഈക്വൽ ടു പി ക്യൂ ഡോട്ട് മൈനസ് എൽ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ, പിറ്റേസ് ഇക്വേഷൻ നമ്പർ 5. ദെൻ വാട്ട് ഡി എച്ച് എന്ന് പറഞ്ഞാൽ ക്യൂ ഡോട്ട് ഡി പി ഐ പ്ലസ് പി ഐ ഡി ക്യൂ ഐ ഡോട്ട് മൈനസ് ഡി എൽ വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ ഡോട്ട് ഡി പി ഐ പ്ലസ് പി ഐ ഡി ക്യൂ ഐ ഡോട്ട് മൈനസ് ഡി എൽ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 4 ഉണ്ടല്ലോ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇവിടെ. ദെൻ ക്യാൻസൽ ചെയ്ത് കളയുക സെയിം ആയിട്ടുള്ള ടേമുകൾ. ഡി എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ ഡോട്ട് ഡി പി ഐ മൈനസ് പി ഐ ഡോട്ട് ഡി ക്യു ഐ മൈനസ് ഡോ എൽ ബൈ ഡോ ടി ഇൻറ്റു ഡി ടി. സോ ഇക്വേഷൻ നമ്പർ 6. പിന്നെ എഗെയിൻ നമ്മൾ എച്ച് എസ് ക്യൂ പി ടി ആണ്. ദെൻ എഗെയിൻ വി ക്യാൻ റൈറ്റ് എന്താണ് ഡി എച്ച് ഇസ് ഈക്വൽ ടു, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഇക്വേഷൻസ് തമ്മിൽ. അപ്പോൾ ഡി എച്ച് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ ക്യു ഐ ഇൻറ്റു ഡി ക്യു ഐ പ്ലസ് ഡോ എച്ച് ബൈ ഡോ പി ഐ ഇൻറ്റു ഡി പി ഐ പ്ലസ് ഡോ എച്ച് ബൈ ഡോ ടി ഇൻറ്റു ഡി ടി, ഇക്വേഷൻ നമ്പർ 7. അപ്പോൾ 6 7 കമ്പയർ ചെയ്യാമല്ലോ. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ക്യു ഐ ഡോട്ട് കിട്ടും. ക്യു ഐ ഡോട്ട് എന്താ വരിക, ഇറ്റ് ഈസ് ഡോ എച്ച് ബൈ ഡോ പി ഐ, പി ഐ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡോ എച്ച് ബൈ ഡോ ക്യു ഐ ആൻഡ് മൈനസ് ഡോ എൽ ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ ഡോ എച്ച് ബൈ ഡോ ടി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, കനോണിക്കൽ ഇക്വേഷൻസ് ഓഫ് ഹാമിൽട്ടൺ അല്ലെങ്കിൽ ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഈ 3 എണ്ണത്തിനെയാണ്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് എന്ത് വരും, ഈ ക്യൂ ഡോട്ട് എന്ന് പറയുന്നതും n എണ്ണം ഉണ്ടാവും, പി ഡോട്ട് എന്ന് പറയുന്നതും n ഉണ്ടാവും, അങ്ങനെ 2n ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത്. സോ ക്യൂ ഡോട്ട് ഈസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി ഐ അല്ല, അതായത് എച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ പി ടി ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പി ആസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ ഡോട്ട് ആൻഡ് ടി കിട്ടും. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, എല്ലിൽ നിന്ന് എച്ചിലേക്ക് ലഗ്രാഞ്ചിൽ നിന്ന് ഹാമിൽട്ടോണിക്ക് കൺവേർട്ട് ആവാനുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ള ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു 5 സ്റ്റെപ്പാണുള്ളത്. അപ്പോൾ അന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. എന്താണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം, വിത്ത് എ ചൂസൺ സെറ്റ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ക്യൂ ഐ ലഗ്രാഞ്ചിയൻ എൽ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ ഡോട്ട് ടി, അത് എന്ത് ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യാതെയും ലഗ്രാഞ്ചിയൻ കണ്ടുപിടിക്കുക. എൽ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ ഡോട്ട് ആൻഡ് ടി ആൻഡ് എൽ ഇസ് ഈക്വൽ ടു എന്താണ്, ടി മൈനസ് വി ആണ്. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് ഡിഫൈൻ കോൺജുഗേറ്റ് അതല്ലെങ്കിൽ ജനറലൈസ്ഡ് മൊമെൻറ്റം. എന്തായിരുന്നു ഇക്വേഷൻ, പി ഐ ഈസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ക്യു ഐ ഡോട്ട് ആണ്, വേർ എൽ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ ഡോട്ട് ആൻഡ് ടി. ദെൻ മൂന്നാമത്തെ നമ്മുടെ ഇക്വേഷൻ എന്താണ്, എച്ച് ഇസ് ഈക്വൽ ടു പി ക്യൂ ഡോട്ട് മൈനസ് എൽ ആണ്. നമുക്ക് ലഗ്രാഞ്ചിൽ നിന്നിട്ട് ഹാമിൽട്ടൺ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ചെയ്യുക.
ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് പി ഐ ഫ്രം സ്റ്റെപ്പ് 2, അതായത് ഡോയിൽ ബൈ ഡോ ക്യൂ ആയിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, ക്യൂ ഡോട്ട് ഇൻവേർട്ട് ചെയ്യാം. ക്യൂ ഐ ഡോട്ട് ആസ് എ ഫങ്ഷൻ ഓഫ് ക്യൂ പി ടി ആൻഡ് ദാറ്റ് ഈസ് ക്യൂ ഐ ഡോട്ട് ഓഫ് ക്യൂ പി ടി. അങ്ങനെ ക്യൂ ഐ ഡോട്ടിന് നമ്മൾ ക്യൂൻ്റെയും പിൻ്റെയും ടീൻ്റെയും ടേമിൽ എഴുതുക. ദെൻ അപ്ലൈ ടു എലിമിനേറ്റ് ക്യൂ ഡോട്ട് ഫ്രം എച്ച് സോ ആസ് ടു എക്സ്പ്രസ് ഇറ്റ് സോൾലി ആസ് എ ഫങ്ഷൻ ഓഫ് ക്യൂ പി ടി. അപ്പോൾ എച്ച് ലാസ്റ്റ് എന്തുണ്ടാവണം, എച്ച് ആസ് എ ഫങ്ഷൻ ഓഫ് ക്യൂ പി ടി കിട്ടണം. ക്യൂ ഡോട്ടിൻ്റെ ഫംഗ്ഷൻ ഉണ്ടാവരുത്. ക്യൂ ഡോട്ടിൻ്റെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തെറ്റാണ്. ഓക്കെ, ഫോർ സം സിസ്റ്റം എൽ ഇസ് ഈക്വൽ ടു ലഗ്രാഞ്ചിയൻ ഇസ് L0 പ്ലസ് L1 പ്ലസ് L2 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേർ L0 ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ ഐ കോമ ടി, L1 ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ ഐ കോമ ടി ക്യൂ കെ ഡോട്ട് പ്ലസ് L2 ഓഫ് ക്യൂ കോമ ടി ഇൻറ്റു ക്യൂ കെ ഡോട്ട് ക്യൂ എം ഡോട്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ L0 ഈസ് ഈക്വൽ ടു മൈനസ് വി, ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ആണ്. L0 എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യലാണ്. Then H is equal to Q dot P minus L. Then what happened? H is equal to Q dot P minus L0 minus L QK dot plus L2 QK dot QM dot എന്ന് വരും. If the equations definitely generalized coordinates don't depend on time explicitly, then L2 is equal to T. Then if the forces are derivable from a conservative potential, then L0 is minus V. So when both these conditions satisfied, a Hamiltonian is automatically H is equal to Q dot P plus V minus L QK dot plus T. അപ്പോൾ നമുക്ക് എന്ത് തന്നെ H is equal to T plus V, അതായത് ടോട്ടൽ എനർജി തന്നെയായിട്ട് വരും. ഓക്കെ, ആ കണ്ടീഷൻ കൺസർവേറ്റീവ് ആണ്. കൺസർവേറ്റീവ് പൊട്ടൻഷ്യൽ നിന്ന് ഡിറൈവബിൾ ആയിരിക്കണം. അങ്ങനെ അതാണ് കണ്ടീഷൻ. ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ പറയണത് നിങ്ങൾ വായിച്ച് നോക്കുക. കുറച്ച് എക്സാമ്പിൾസൊക്കെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. പിന്നെ ഇതിൽ പറയണൊരു കാര്യം സൈക്ലിക് കോർഡിനേറ്റ് ആണ്. എന്താണ് സൈക്ലിക് കോർഡിനേറ്റ് എന്നുള്ളതാണ് പറയണത്. സൈക്ലിക് കോർഡിനേറ്റ് ഇപ്പോൾ സപ്പോസ് നമ്മുടെ ലഗ്രാഞ്ചിയനിലെ എൽ ഇസ് എ ഫങ്ഷൻ ഓഫ് ക്യൂ ഡോട്ട് ആൻഡ് ടി ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ലഗ്രാഞ്ചിയനിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും സിസ്റ്റത്തിന് ഒരു ഇക്വേഷനായിട്ടാവും കിട്ടുക അല്ലേ. അപ്പോൾ സപ്പോസ് നമുക്കിപ്പം ഏതെങ്കിലും സിസ്റ്റം ഉണ്ട് വിചാരിച്ചു. അപ്പോൾ അതിൽ mx² എന്നുള്ളതാണ് ലഗ്രാഞ്ചിയൻ എന്ന് വെച്ചാൽ ശരിക്കും എന്താണ് ക്യൂൻ്റെയും ക്യൂ ഡോട്ടിൻ്റെയും ടീൻ്റെയും ടേമിലാണ് ശരിക്കും ലഗ്രാഞ്ചിയൻ വരുന്നത്. പക്ഷേ ഇവിടെ ശരിക്കും ഇല്ല, ക്യൂ ഡോട്ട് അതായത് എക്സ് ഡോട്ടിൻ്റെ ടേമില്ല. അപ്പോൾ എക്സ് ഡോട്ട് എന്ന് പറയുന്നതിന് നമ്മളെന്ന് പറയുക സൈക്ലിക് കോർഡിനേറ്റ്, അതായത് ആബ്സെൻ്റ് ആയിരിക്കും. ലഗ്രാഞ്ചിയനിൽ ഏത് കോർഡിനേറ്റാണ് ഡയറക്റ്റ് ആയിട്ട് ഇല്ലാത്തത് അതിനെയാണ് നമ്മളെന്ന് പറയുക സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതർ വേർഡ്സിൽ നമുക്ക് എന്ന് പറയാം അതിൻ്റെ കോൺജുഗേറ്റ് മൊമെൻറ്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ അതാണ് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം അതും ആ ഭാഗം ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ.